श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमदां राम राम श्रीराम मम हृदि रमदां राम राम രാവണമാരീച സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിത് ചിത്രഭാനുവും ഉദയാർദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചാനതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ട് ജഡാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോട് മരുവിടിനാൻ മാരീജനും ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്ത് പൂണ്ടുകൊണ്ട് തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്താനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷനായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയിൽ എനിക്കേതും മാരീചവാക്യമേവം കേട്ട രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരും ഇതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നതവർ ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിത് 14,000 നിന്നുതാനേകനായിട്ടെതിർത്തൂരണത്തുങ്കൽ കൊന്നിത് 3.25 നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവന്നതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കും.
വാമഗാത്രിയെ എപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പന്തികന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം നുര ചെയ്ത. ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം, നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ, നല്ലതല്ലേതും നിനക്കി തൊഴിൽ അറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നാവണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും നർത്തിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പന്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ച് സേവിച്ചു കൊള്ളുക ഭക്ത്യ. പോയാലും പുരം ദുഃഖു സുഖിച്ചു വസിക്ക നീ, മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീജൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചിത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ യൗവണ്ണമെല്ലാം എന്നാക്കുവാനാളാരുടോ. നന്നു നന്ന ജ്ഞാനം ഞാൻ എങ്ങനെയോർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവാൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണായിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചത് മാരീജനും. നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ട് പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജാ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു. വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പന്തികന്ധരൻ തേരിലമ്മാറുകരേറിനാൻ. ചെന്താർ ബാണനും തേരിലേറിനാൻ. അതു നേരം ചെന്താർ മാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു
ദശാസ്യനും അന്ധനായി ചമഞ്ഞിത്. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നക്ഷത്രങ്ങൾ രണ്ടും നീരക്കൽ കൊണ്ടു ചേർത്ത മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിൽ ഉൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നും കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ, കാന്തേ കേൾനീ, രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം, അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വാക്കിനി മണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ, രാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കയാലോരാണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവിദാനം കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വഹ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിത് മഹാവിഷ്ണുമായയുമപ്പോൾ. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കാനനമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയും എന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിത് നമുക്കങ്ങ് വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ, യാതുതാനന്മാരുണ്ട് കാനനം തന്നിലെങ്കും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും തോറും വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്വമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായി അതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അത് കണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ അയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ.
ആ ദുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ, ആഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ? ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാർ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടുപോയകലും തോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പന്തികന്ധരൻ തനിക്ക് അതിനുള്ളുപായം ഇതെന്ത് എന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം തവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം, രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം, പ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ. ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധാർത്ഥമവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും. ഇന്നു മൽപ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്ക് നാശമടുത്തിരിക്കുന്നത് പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തു കൂടാതാനും. ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി? ദക്തികത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ, മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ. ദേവിയെ തദ്ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തനായി അവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ട് തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യാ ഭക്ത്വാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും പൂജിച്ചുകൊണ്ടിത്തിരി നേരം
ഇരുന്നീടുക തപോനിധി. ഭർത്താവ് വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും. ക്ഷുത്രുടാദികളും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലാഭങ്ങൾ കേട്ട് സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീയാരോമലെ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠൂരജാതികളാം രാക്ഷസാദികളായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്താരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ട് താനും. മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനി പതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുത വീരൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ. ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നത് ദണ്ഡകവനം തന്നിൽ. 14 ആണ്ട് കഴിവോളവും വേണം താനും. അതിനു പാർത്തിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞീലേതും. പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനേനാം രാക്ഷസരാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ. നിൻമൂലം അതിന്നു നീ പോരണം മായാസാഗം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം. കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താമസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം. താപം ഉൾക്കൊണ്ട് കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകിയും ചൊന്നാൽ. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനി പതിമമാ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടാമോ ഹരിപത്നിയെ ശശത്തിന്. കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ ദുരാത്മാവേ. രാമമാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ. ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടം ക്രോധം പോണ്ട് മൂർച്ഛിതനായ നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജന ശൈലാകാരം കാണായ നേരം ഉള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിലെടുത്തു വച്ച ആകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാമൽപ്രാണീശ്വര പാഹിമാം ഭയാതുരം. ഇത്തരം സീതാവാക്യം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കാട്ടുകൊണ്ടെവിടേക്ക് പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്ന് ശുനകൻ
മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോത്തത ബുദ്ധിയോടും ഗൃധ്രരാജനൊരു പവിത്രവാനായുള്ളൊരു ക്രുതരാജനെ പോലെ ബദ്ധവൈരത്തോടതിക്രുതനായ അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. അദ്രികളകന്നു വിദ്രുതമതു നേരം കാൽനഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീഷ്ണതാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിത് കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റ് രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയിരുന്നാർത്തി പൂണ്ടഴന്നൊരു രാത്രി ജാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി രഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മീ ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവിതാനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു. ഉത്തമനായ നിന്റെ ജീവനും പോകായികെന്ന് പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വീമണ്ഡലം നഗനാശുമേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിധി, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ, നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതുകാലം. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപദേ, കൗണവാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രണിങ്ങെത്തുമെന്ന് ശങ്കയാ നക്തഞ്ചരൻ. ചിത്തവേഗേന നടന്നിടിനാൻ അതു നേരം. പൃഥ്വീപുത്രിയും കീഴ്പോട്ടൊന്നാശു നോക്കും നേരം. അഗ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയം അഴിച്ചു തന്നുത്തരീയാർത്ഥ ഖണ്ഡം കൊണ്ട് ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്നകതാരിൽ. സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചതു സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ. അദ്രിയുമുത്തിയ തൻ പത്തനം ഗത്വാദൂർണം ശുദ്ധാന്തമത്യേ മഹാശോകാനനദേശേ ശുദ്ധഭൂതലേ മഹാശുംശിപാതരുമൂലേ. ഹൃദ്യമായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുന്നുറപ്പിച്ച് തന്റെ വസ്ത്യമുൾപ്പുക്ക് വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ട് സംതപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ജരകുലനാരികളുടെ മധ്യേ നീഹാരശീതാതാപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ട് മായാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ
ആർക്കില്ലാത്തു.